ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അനഘ സ്റ്റഡി വേൾഡ്. ഇതിൽ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫൈനൽ പാർട്ടാണ്. ഈ ഒരു ചാപ്റ്ററോടുകൂടി എല്ലാം അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു ചാപ്റ്ററുമായിട്ട് ഞാൻ വരുന്നത് മീഡിയ ആൻഡ് സോഷ്യൽ റിഫ്ലക്ഷനാണ്. അതിനകത്ത് കുറച്ച് ബാലൻസ് എടുക്കാനുണ്ടായിരുന്നു, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ തന്നെ പുതിയൊരു ചാപ്റ്റർ തുടങ്ങുന്നുണ്ട് ഫിസിക്സിനകത്ത്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ പൊല്യൂഷൻ്റെ അവിടെ വരെയാണ് നോക്കിയത്. പൊല്യൂഷൻ ഈസ് ദ മെയിൻ ആഫ്റ്റർ മാത്ത്. അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. പൊല്യൂഷൻ ഈസ് ദ undesirable consequences on the physical, chemical or biological characteristics of air, water and soil. പൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കലായിട്ട്, ഭൗതികമായിട്ടോ കെമിക്കലായിട്ട്, രാസമാറ്റമായിട്ടോ ബയോളജിക്കലായിട്ടോ വരുന്ന എയറിൻ്റെയും വാട്ടറിൻ്റെയും സോയിലിൻ്റെയും ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് മലിനമാവുകയാണ് ചെയ്യുന്നത്. അൺസയൻറ്റിഫിക് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കോസ് പൊല്യൂഷൻ. എന്താണ് പൊല്യൂഷന് കാരണമാകുന്നത്? അൺസയൻറ്റിഫിക് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, മനുഷ്യരുടെ ശാസ്ത്രീയമല്ലാത്ത പ്രവർത്തികൾ, അതായത് പ്രകൃതിക്ക് അനുയോജ്യമല്ലാത്ത പ്രവർത്തികൾ, അതാണ് പൊല്യൂഷന് കാരണമാവുന്നത്. ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ്റെയാണ് ഇവിടെ പിക്ചർ കൊടുത്തിട്ടുള്ളത്. നമുക്ക് കാണാം ഫാക്ടറീസ് കുറേ കാണാം. അതിൽ നിന്നുള്ള എയർ ഇങ്ങനെ, അതിനകത്തു നിന്നുള്ള സ്മോക്ക് ഇങ്ങനെ എമിറ്റ് ആവുന്നതാണ് ആ ഒരു പടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. This threatens the sustainability of the earth and affects the regenerative capacity of the environment. നമ്മുടെ പരിസ്ഥിതിയുടെ റീജനറേറ്റീവ് കപ്പാസിറ്റി, അതായത് പിന്നെയും ഇങ്ങനെ ഇപ്പോൾ ഒരു ചെടി അടുത്ത ചെടി ഉണ്ടാകാനുള്ള ആ ഒരു കപ്പാസിറ്റിയെ വരെ ഇത് ഇല്ലാതാക്കുന്നുണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പല തരത്തിലുള്ള പൊല്യൂഷൻസ് ഉണ്ട്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ ആൻഡ് നോയിസ് പൊല്യൂഷൻ. ആദ്യം നമ്മൾ എയർ പൊല്യൂഷനാണ് നോക്കാൻ പോകുന്നത്. The smoke emitted from industries which contain toxic gases such as sulfur dioxide, carbon dioxide, carbon monoxide and methane pollute the atmosphere. എന്ത് സംഭവിക്കുന്നു? ഇൻഡസ്ട്രികൾ, ഫാക്ടറികളിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന സ്മോക്ക്, പുക എന്ത് ചെയ്യുന്നുണ്ട്? ടോക്സിക് ഗ്യാസസ് കണ്ടെയ്ൻ ചെയ്യുന്നതായിരിക്കും. മാരകമായ വിഷകരമായിട്ടുള്ള വാതകങ്ങൾ കണ്ടെയ്ൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥൈൻ, അങ്ങനത്തെയൊക്കെ. ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ, നമ്മുടെ അന്തരീക്ഷത്തെ മലിനീകരിക്കുന്നു. This poses a serious threat to nature and human health. ഇത് പ്രകൃതിക്ക് മാത്രമല്ല മനുഷ്യൻ്റെ ആരോഗ്യത്തിനും വളരെ ദോഷകരമായിട്ട് ബാധിക്കും. നമുക്ക് അസുഖങ്ങൾ വരാനായിട്ട് കാര്യമാണ് ഈ ഒരു സ്മോക്ക് നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ എയർ പൊല്യൂഷൻ. പിന്നെ നോക്കുകയാണെങ്കിൽ സോയിൽ പൊല്യൂഷൻ്റെ പടം കൊടുത്തിട്ടുണ്ട്, വാട്ടർ പൊല്യൂഷൻ്റെ കൊടുത്തിട്ടുണ്ട്, പിന്നെ നോക്കൂ നോയിസ് പൊല്യൂഷൻ്റെ കൊടുത്തു. അപ്പോൾ നമുക്കിനി വാട്ടർ പൊല്യൂഷൻ നോക്കാം. Waste water discharged from industries and toxins from chemical industries pollute rivers, lakes and other water bodies. വേസ്റ്റ് വാട്ടർ, പല ഇൻഡസ്ട്രികളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന വേസ്റ്റ് വാട്ടറും അതുപോലെ ടോക്സിനുകളും ഒക്കെ നമ്മുടെ പുഴകളെ, കായലുകളെ, മറ്റ് ജലാശയങ്ങളെയൊക്കെ വളരെ പൊല്യൂട്ട് ചെയ്യുന്നു, മലിനീകരിക്കുന്നു. ഇറ്റ് ഹാംഫുള്ളി എഫക്ട്സ് അക്വാട്ടിക് ലൈഫ് ആൻഡ് ഹ്യൂമൻസ്. നമ്മളെ മനുഷ്യരെയും ബാധിക്കും, അതുപോലെ തന്നെ അക്വാട്ടിക് ലൈഫ്, വെള്ളത്തിലടിയിൽ ജീവിക്കുന്ന പല ചെറിയ ഇലകൾ, ചെടികളൊക്കെ കാണും, മീനുകളുണ്ട്, അങ്ങനത്തേനൊക്കെ ഇത് വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നു. അടുത്തതാണ് സോയിൽ പൊല്യൂഷൻ. ദ വേസ്റ്റ് ആൻഡ് ഇ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വേസ്റ്റിൻ്റെ ഷോർട്ട് ഫോമാണ് കേട്ടോ. വേസ്റ്റ്, ഇലക്ട്രോണിക് വേസ്റ്റ് ഒക്കെ ഇല്ലേ. ദ വേസ്റ്റ് ആൻഡ് വേസ്റ്റ് എമിറ്റഡ് ഫ്രം ഇൻഡസ്ട്രീസ് ഓൾട്ടർ ദ നാച്ചുറൽ സ്ട്രക്ചർ ഓഫ് ദ സോയിൽ. ഇതൊക്കെ മണ്ണിലേക്ക് നിക്ഷേപിക്കുന്നതിലൂടെ മണ്ണിൻ്റെ ആ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ആ ഒരു ഘടന അങ്ങ് നഷ്ടപ്പെടും.
ദിസ് ഹാസ് എ ഡിട്രിമെൻ്റൽ എഫക്റ്റ് ഓൺ ദ അഗ്രികൾച്ചർ സെക്ടർ. ഇത് കൃഷിയെയും വളരെ വല്ലാതെ ബാധിക്കും, അതുപോലെ നമ്മുടെ പരിസ്ഥിതിയെയും ദോഷകരമായിട്ട് ബാധിക്കും. അടുത്തതാണ് നോയിസ് പൊല്യൂഷൻ. Excessive noise emitted from industries adversely affects the physical and mental health of the people in the surrounding areas. ഒത്തിരി സൗണ്ട് ഇൻഡസ്ട്രിയിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ നമ്മുടെ ചെവിയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഹെൽത്തും പിന്നെ മെൻ്റൽ ഹെൽത്തിനെ ഇത് വല്ലാതെ ദോഷകരമായിട്ട് ബാധിക്കും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര സൗണ്ട്, ആ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്താണ് റിസോഴ്സ് ഡിപ്ലേഷൻ. എന്താണ് റിസോഴ്സ് ഡിപ്ലേഷൻ? റിസോഴ്സ് എന്താണ്? വിഭവങ്ങൾ. ഡിപ്ലേഷൻ എന്താ? ശോഷണം. അപ്പോൾ എന്താ? വിഭവ ശോഷണം, അതായത് വിഭവത്തിൻ്റെ ലഭ്യത കുറവ്. അൺസയൻറ്റിഫിക് യൂസ് ഓഫ് റിസോഴ്സസ് ഇൻ ഇൻഡസ്ട്രീസ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ലീഡ്സ് ടു റിസോഴ്സ് ഡിപ്ലേഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ഡീഫോറസ്റ്റേഷൻ, ലോസ് ഓഫ് സോയിൽ ഫെർട്ടിലിറ്റി ആൻഡ് ഡിപ്ലേഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽ റിസോഴ്സസ്. അതായത് ഇൻഡസ്ട്രികളിൽ നിന്നൊക്കെയുള്ള അൺസയൻറ്റിഫിക് യൂസ് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ റിസോഴ്സ് ഡിപ്ലേഷൻ കൂട്ടുന്നുണ്ട്, അതുപോലെ നമ്മുടെ പരിസ്ഥിതി പ്രശ്നങ്ങളെയും കൂട്ടുന്നുണ്ട്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം. വനനശീകരണത്തിലൂടെയും നമ്മുടെ ഒരു റിസോഴ്സാണ് നഷ്ടപ്പെടുന്നത്. അതുപോലെ നമ്മുടെ മണ്ണിൻ്റെ ആ ഒരു ഘടന പോകുന്നുണ്ട്, വാട്ടർ കുറവാണ്, പിന്നെ മിനറൽസ് ഒക്കെ കിട്ടുന്നതും കുറയുന്നു. എല്ലാം പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, നോക്കുക. റീജിയണൽ ഇനിക്വാളിറ്റി. The unbalanced distribution of natural resources and inadequate basic facilities have resulted in a concentration of industrial development in certain regions. ചില സ്ഥലങ്ങളിലൊക്കെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പം അത് നേച്ചറിനെ വല്ലാതെ ബാധിക്കും. ഇപ്പോൾ തന്നെ ഡീഫോറസ്റ്റേഷൻ, ആ സ്ഥലത്തെ മരങ്ങൾ വെട്ടിയിട്ട് അവിടെ ഒരു ഫാക്ടറി വരുവാണ്. അപ്പോൾ ആ മരങ്ങളെല്ലാം പോവാണ്, നമ്മുടെ റിസോഴ്സ് അവിടെ നഷ്ടപ്പെടുകയാണ്. അത് തന്നെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഡിഫറൻസ് ക്യാൻ ബി സീൻ ഇൻ ദ ഇൻകം ആൻഡ് ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ദ പീപ്പിൾ ഇൻ ദീസ് ഏരിയ. ആ സ്ഥലത്തുള്ള ആൾക്കാരുടെ ഇൻകമും അവരുടെ ജീവിതശൈലിയൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യാസമുള്ളതായിരിക്കും. ദിസ് കോസ് റീജിയണൽ ഡിസ്പാരിറ്റി. ഇതെന്ത് ചെയ്യുന്നു? സാധാരണ സ്ഥലങ്ങളിൽ നിന്ന് ഈ സ്ഥലത്തെ ഒന്ന് മാറ്റി നിർത്തപ്പെടുന്നു ഇൻ ഇൻഡസ്ട്രിയലി ബാക്ക്വേർഡ് ഏരിയാസ്. അടുത്തതാണ് മൈഗ്രേഷൻ. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ദേശാടനം, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതാണ് മൈഗ്രേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അതെന്താണെന്ന് നോക്കാം. മൈഗ്രേഷൻ ഈസ് ദ പെർമനൻ്റ് ഓർ ടെമ്പററി മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ റീജിയൻ ടു അനദർ. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പെർമനൻ്റ് ആയിട്ട്, സ്ഥിരമായിട്ടോ അല്ലെ താൽക്കാലികമായിട്ടോ ആൾക്കാർ മാറുന്നതിനെയാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. പീപ്പിൾ മൈഗ്രേറ്റ് ഫ്രം ലെസ് ഡെവലപ്ഡ് ഏരിയാസ് ടു ഡെവലപ്ഡ് ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഫോർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ബെറ്റർ ലിവിങ് കണ്ടീഷൻ. നല്ലൊരു ജീവിതത്തിന് വേണ്ടിയും ജോലിക്ക് വേണ്ടിയൊക്കെ സാധാരണ ഗ്രാമങ്ങളിൽ നിന്ന് ആൾക്കാരൊക്കെ വലിയ വലിയ ഇൻഡസ്ട്രിയൽ ഏരിയാസിലേക്ക് മാറ്റി താമസിക്കുന്നു. ആസ് എ റിസൾട്ട് ഓഫ് ദിസ്, ഇതിന് ഫലമായിട്ട് പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ഇൻ ദിസ് ഏരിയ. അതുകൊണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോപ്പുലേഷൻ, ജനസംഖ്യ വളരെയധികം കൂടുന്നു. അടുത്താണ് അർബനൈസേഷൻ. ഇപ്പോൾ പറഞ്ഞ തന്നെയാണ്, അതും ഏകദേശം കണക്റ്റഡ് ആണ്. അർബനൈസേഷൻ ഈസ് ദ ഇൻക്രീസ് ഇൻ സൈസ് ആൻഡ് പോപ്പുലേഷൻ ഓഫ് സിറ്റീസ് ആസ് എ റിസൾട്ട് ഓഫ് മൈഗ്രേഷൻ. മൈഗ്രേഷൻ കൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർ കൂടുന്നു. ഇവരെല്ലാവരും സിറ്റീസിലോട്ട് ചെല്ലും, അവിടെ ആൾക്കാർ കൂടുന്നു, അർബനൈസേഷൻ എന്ന് പറയുന്നു. ടു അർബൻ ഏരിയാസ് ആൻഡ് എ നാച്ചുറൽ പോപ്പുലേഷൻ growth in cities. This has led to massive increase in the size and population of cities as it results in socio-economic and environmental changes. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെ നമ്മുടെ ഈ ഒരു വിഭവങ്ങളെ സംരക്ഷിക്കാം, കൺസർവ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. കൺസർവേഷൻ ഓഫ് റിസോഴ്സസ് ഈസ് ദ പ്രോസസ് ഓഫ് എൻഷുറിങ് ദെയർ അവൈലബിലിറ്റി ബൈ അവോയ്ഡിങ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ത്രൂ ജുഡീഷ്യൽ യൂസ്. ഒരുപാട് ഉപയോഗിച്ച് ആ ഒരു റിസോഴ്സിനെ വളരെ ഇല്ലാതാക്കുന്നതിലും എന്താണ് നല്ലത്? അതിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിൻകാലത്തേക്ക് ഉപയോഗിക്കുന്നതാണ്. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസർവേഷൻ ഓഫ് റിസോഴ്സസ് ആർ ടു കൺസർവ് റിസോഴ്സസ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഇതിനെയൊക്കെ കൺസർവ് ചെയ്ത് വെക്കണം. മെയിൻറ്റെയിൻ ദ ബാലൻസ് ഓഫ് എൻവിയോൺമെൻറ്റ്. അങ്ങനെ നമ്മുടെ പരിസ്ഥിതിയുടെ ബാലൻസിനെ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ മിനിമൈസ് ഇമ്പാക്ട്സ് ഓൺ നേച്ചർ ആൻഡ് ഹ്യൂമൻ ബീങ്സ്. കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്, രണ്ടെണ്ണം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനും തന്നിട്ടുണ്ട്. റീസൈക്ലിംഗ് ഓഫ് റിസോഴ്സസ്.
നമ്മളിപ്പോൾ ഒരു വിഭവം എടുത്തു, അതിനെ റീയൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റും. 3R മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? റീയൂസ്, റെഡ്യൂസ് ആൻഡ് റീസൈക്കിൾ എന്ന് പറയുന്നത്. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ വാട്ടറൊക്കെ കൺസർവേഷൻ ചെയ്യാം, ഫോറസ്റ്റിനെയൊക്കെ നമുക്ക് വെട്ടാതെ സൂക്ഷിക്കാം, എനർജികളെയൊക്കെ കൺസർവ് ചെയ്യാം, സോളാർ പവർ പ്ലാന്റ് അങ്ങനത്തെ പരിപാടിയൊക്കെയും ചെയ്യാം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി മെയിനായിട്ടുള്ള ഈ ചാപ്റ്ററിലെ കാര്യമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ദ ഗ്ലോബൽ ഗോൾസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് 17 എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോ പോവേർട്ടി, സീറോ ഹങ്കർ, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാലിറ്റി, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, ഇൻഡസ്ട്രി, ഇന്നോവേറ്റീവ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, റെഡ്യൂസ്ഡ് ഇനിക്വാളിറ്റീസ്, സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ, ക്ലൈമറ്റ് ആക്ഷൻ, ലൈഫ് ബിലോ വാട്ടർ, ലൈഫ് ഓൺ ലാൻഡ്, പീസ് ആൻഡ് ജസ്റ്റിസ്, സ്ട്രോങ് ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ്. ഇങ്ങനെ കുറച്ചാണ് അത് കൊടുത്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എയിംസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് പ്രസൻറ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റാൻ വേണ്ടി ഭാവി തലമുറയ്ക്ക് അവർക്ക് കിട്ടേണ്ട റിസോഴ്സസ് കൂടെ നമ്മൾ ഉപയോഗിച്ച് അത് തീർക്കാതിരിക്കണം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ നടത്തുകയും വേണം, ഭാവിയിലുള്ളവർക്ക് കിട്ടുകയും വേണം. അതായത് അവർക്ക് സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്കും ഉപയോഗിക്കാൻ പറ്റുന്നതിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച ഇതിലൂടെ നമുക്ക് കിട്ടും. ത്രൂ എ ബാലൻസ് ബിറ്റ്വീൻ വെൽഫെയർ, ക്ഷേമം, നമ്മുടെ പരിസ്ഥിതിയുടെ ക്ഷേമം നമ്മുടെ ജീവിതശൈലിയും വെച്ചിട്ട് കിട്ടും. ഞാൻ പറഞ്ഞ പോലെ റീസൈക്ലിംഗ്, റെഡ്യൂസിങ്, റീയൂസിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസ് 2015 തൊട്ടിട്ട് 2013 വരെ ആ ഒരു കാലയളവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്ലോബൽ ഗോൾസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. 17 ഗോൾസ് ആണ് ഉള്ളത്. അത് ഈ ഒരു ഇത്രയും സമയത്തിനുള്ള അവരത് ഗോൾസ് നേടിയെടുക്കും, അച്ചീവ് ചെയ്യുന്നുള്ള കാര്യം പറയുന്നുമുണ്ട്. ഇത്രയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. മനസ്സിലായല്ലോ? സുസ്ഥിര വികസനം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചാപ്റ്റർ എൻഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിന് നേരത്തെ എടുത്ത പോർഷൻസിനെ കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഇത് പോയത്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി മീഡിയ ആൻഡ് റിഫ്ലക്ഷൻ നമ്മൾ ഓൾറെഡി തുടങ്ങിയതായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ ഒക്കെ പഠിപ്പിച്ചു എന്ന്. ഇതൊക്കെ നമ്മൾ നോക്കിയതാണ്. ഇനി ഇമ്പാക്റ്റ് ഒക്കെ തൊട്ടിട്ട് നമുക്ക് പിന്നെ നോക്കാം. സോ ബൈ, സി യു, അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഗൈസ്, എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ ബൈ ഗൈസ്, അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരെ ടാറ്റാ, ബൈ.